പരീക്ഷാ പരിശീലനം 2ാം ദിവസത്തിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ടീച്ചർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ബി സിയുടെ മധ്യബിന്ദുവാണ് ഡി എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ ബി സി എന്ന വശത്തിൻ്റെ മിഡ് പോയിന്റ് ഡി എന്ന് പറയുന്നതിൻ്റെ മധ്യബിന്ദുവാണ്. ഈ ദെൻ പറഞ്ഞിട്ടുണ്ട് ട്രയാങ്കിൾ എ ബി ഡിയുടെ പരപ്പളവ് എ ബി ഡിയുടെ പരപ്പളവ് 50 ചതുരശ്ര സെൻറ്റിമീറ്റർ ആയാൽ എ ഡി സിയുടെ പരപ്പളവ് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഡി ഇസ് ദ മിഡ് പോയിന്റ് ഓഫ് സൈഡ് ബി സി ആൻഡ് ഏരിയ ഓഫ് എ ബി ഡി ഈസ് ഈക്വൽ ടു 15 cm². വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഡി സി? അപ്പോൾ നമുക്ക് കണ്ണു അടച്ച് പറയാൻ പറ്റും. എൻ്റെ ഏരിയയിൽ ഓപ്ഷൻസ് ഞാൻ എഴുതിയേക്കാം. ഓപ്ഷൻ എ എന്ന് പറയുന്നത് 25 cm², ഓപ്ഷൻ ബി 50 cm², ആൻഡ് ഓപ്ഷൻ സി 70 cm², ഓപ്ഷൻ ഡി 10 cm² എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് കറക്റ്റ് ആൻസർ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇപ്പോൾ പഠിച്ചുല്ലോ, അതായത് രണ്ട് പാരലൽ ലൈൻസിൻ്റെ ഇടയിൽ സെയിം ബേസ് ആകുമ്പോൾ കുറച്ച് നീട്ടം കുറച്ച് വരയ്ക്കാമേ. സെയിം ബേസിൽ നമ്മളൊരു ട്രയാങ്കിൾ വരച്ചു, അതായത് സെയിം പാരലൽസിൻ്റെ ഇടയിൽ നമ്മൾ ട്രയാങ്കിൾ വരച്ചു. ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ത് തന്നെയാണോ അത് തന്നെയായിരിക്കും നമ്മൾ എത്ര എണ്ണം സെയിം ബേസിൽ വരച്ചെടുത്താലും. നമ്മൾ ഓൾറെഡി ഇപ്പോൾ റീസെൻ്റായിട്ട് കഴിഞ്ഞ പരീക്ഷയിൽ പഠിച്ചു പോയൊരു ഏരിയ ഓഫ് ട്രയാങ്കിൾസിനകത്ത് നമ്മൾ പറഞ്ഞുല്ലോ. അപ്പോൾ സെയിം ബേസിൽ സെയിം പാരലൽസിൻ്റെ ഇടയിൽ വരുന്ന എല്ലാ ട്രയാങ്കിളും ഏരിയ സെയിം ആയിരിക്കും. അപ്പോൾ ഇതാ നോക്കുക, ടീച്ചർ ഇവിടെ ജസ്റ്റ് ഒരു കൺസ്ട്രക്ഷൻ നടത്താമേ. അതായത് ഇതിലെ കൂടെ ഒരു പാരലൽ ലൈൻ വരച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ ഇതാണ് സെയിം ബേസ്. ഈ ബേസിൽ ഞാൻ ഈ ട്രയാങ്കിൾ ഇവിടെ വരച്ചു. ഇതേ ബേസിൽ വേറെ എത്ര ട്രയാങ്കിൾ വന്നാലും നമുക്ക് സെയിം ആണല്ലോ. അപ്പം ഇത് മിഡ് പോയിൻ്റ് ആണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഈ ലെങ്ത് രണ്ടും ഈക്വൽ അല്ലേ. അപ്പോൾ ഈ ബേസായിട്ട് തന്നെ ഈ ബേസിനെ കണക്കാക്കിയാൽ ഈ ബേസിൻ്റെ സെയിം പാരലലിനിടയിൽ വന്നതല്ലേ ഈ ട്രയാങ്കിൾ. അപ്പോൾ ഇതിൻ്റെ ഏരിയ തന്നെയായിരിക്കില്ലേ ഇത്. അപ്പോൾ കണ്ണുപടിച്ച് നമുക്ക് എന്തു പറയാം, 15 cm² തന്നെയാണ് ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഡി സി. ഈ ട്രയാങ്കിൾ എ ഡി സിയുടെ ഏരിയയും എന്തിന് ഈക്വലാണ്? ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി ഡിയുടെ പരപ്പളവിന് സെയിം ആയിരിക്കും. അടുത്ത ചോദ്യവും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ എടുത്തിട്ടുള്ളതാണ്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എക്സ് മൈനസ് വൈ മൈനസ് ഇസഡ്? വാട്ട് ഈസ് ദ വാല്യൂ ഈക്വൽ ടു എക്സ് മൈനസ് വൈ മൈനസ് ഇസഡ്? എക്സ് മൈനസ് വൈ മൈനസ് ഇസഡിന് തുല്യമായത് ഇതിൽ ഏതാണെന്ന് എടുത്തെഴുതണം കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ പറ്റുന്നത്? അപ്പോൾ ടീച്ചർ അതുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മുടെ ഈ പ്രാവശ്യത്തെ ഈ വർഷം ഈ 2-3 ദിവസം മുൻപ് നടന്ന ക്രിസ്മസ് എക്സാമിൽ ആക്ടിവിറ്റി 3 ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. കണ്ടോ, ആക്ടിവിറ്റി 3 ക്വസ്റ്റ്യൻ കണ്ടായിരുന്നല്ലോ നീ. ഐഡൻറ്റിഫൈ ദ സിമിലർ ഓപ്പറേഷൻ ഇൻ സെക്കൻഡ് കോളം ടു മാച്ച് ദോസ് ഇൻ ദ ഫസ്റ്റ് കോളം. ആദ്യത്തെ കോളത്തിലേതുമായി മാച്ച് ചെയ്യുന്ന ആൻസേഴ്സ് ഇവിടെ ഉള്ളതിൽ ആരാണെന്ന്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ റൂൾ പഠിച്ചു നോക്കി. എക്സ് മൈനസ് വൈ മൈനസ് ഇസഡ് എന്ന് പറയുമ്പോൾ എക്സ് മൈനസ് വൈ പ്ലസ് ഇസഡ് ആണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ആൻസർ. അപ്പം നിങ്ങൾക്കിത് കണ്ടുപിടിക്കാനൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടാണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, എക്സ് മൈനസ് വൈ മൈനസ് ഇസഡിൻ്റെ അവിടെ ടീച്ചർക്ക് വാല്യൂ കൊടുത്ത് നോക്കി. ഇത് നമ്മുടെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻ തന്നെ കൊടുക്കുക. 125 മൈനസ് 75 മൈനസ് 25 എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം 125 നിന്ന് 75 നമ്മൾ കുറച്ചു. എത്രയാണ് ആൻസർ? 50. ആ 50-ൽ നിന്ന് വേണം എന്ത് മൈനസ് ചെയ്യാൻ. ആദ്യം എപ്പോഴും ബ്രാക്കറ്റിനാണ് പ്രയോറിറ്റി കൂടുതൽ കേട്ടോ. ബ്രാക്കറ്റിനുള്ളിലുള്ളത് ചെയ്തതിന് ശേഷമേ പുറത്തിറങ്ങാവുള്ളൂ. മൈനസ് 25, 50 മൈനസ് 25 എത്രയാണ്? 25 ആണ് ആൻസർ. അപ്പോൾ നമ്മുടെ ഈ ഓപ്ഷൻസിനകത്ത് നമ്മൾ നോക്കി, ഇത് ഫുൾ അഡീഷനാണ് അല്ലേ? ഇത് ഫുൾ അഡീഷനാണ്, അത് വേണ്ട. 125 മൈനസ് 75 പ്ലസ് 25 നോക്കാം. 75 പ്ലസ് 25 ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. അതായത് 125 മൈനസ് 75 പ്ലസ് 25. അപ്പോൾ ഞാൻ ടീച്ചർ പറഞ്ഞില്ല ബ്രാക്കറ്റിനാണ് ഇമ്പോർട്ടൻസ് കൂടുതൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ബ്രാക്കറ്റിനുള്ളിലെ പ്രോസസ്സ് ആദ്യം ചെയ്യുക. 25 25 എത്രയാണ്? 100. 125 മൈനസ് 100 എത്രയാണ്? ആൻസർ 25. അപ്പോൾ എന്ത് മനസ്സിലായി നമുക്ക്? എക്സ് മൈനസ് വൈ മൈനസ് ഇസഡിന് ഈക്വലാണ് എക്സ് മൈനസ് വൈ പ്ലസ് ഇസഡ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ പരീക്ഷയ്ക്ക് നിങ്ങൾ നന്നായിട്ട് ആ റൂൾസ് എല്ലാം ബൈ ഹാർട്ട് പഠിക്കുക. ഈ എങ്ങാനും പഠിച്ചിട്ട് നിങ്ങൾ മറന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ എന്ത് ചെയ്താൽ മതി, കൃത്യമായിട്ടും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ വാല്യൂസ് ഇട്ട് കൊടുക്കുക. പരീക്ഷയ്ക്ക് ഇങ്ങനെ വാല്യൂ ഇപ്പോൾ എക്സാം പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ ടീച്ചർ ഇട്ടെന്നേ ഉള്ളൂ. ചെറിയ നമ്പർ ഇട്ടാൽ മതി, 4, 3, ഒരു 2 ഒക്കെ കൊടുത്താൽ മതി. എളുപ്പമുണ്ട്. ചെറിയ നമ്പർ കൊടുത്ത് നിങ്ങൾ മൈനസ് ചെയ്ത് നോക്കുക. അതേ വാല്യൂ ഇപ്പോൾ 4 മൈനസ് 3 അങ്ങനെ വേണ്ട, ഒന്ന് 1 കൊടുക്കാം. 4 മൈനസ് 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. 1 മൈനസ് 1 0. അപ്പോൾ ഇവിടെ
ഇതിനകത്ത് എല്ലാത്തിലും നമ്മൾ ആ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ ഏതിനാണോ 0 കിട്ടുന്നത് അതായിരിക്കും കറക്റ്റ് ആൻസർ. അങ്ങനെ ചൂസ് ചെയ്താൽ മതി. പിന്നെ എപ്പോഴും ടീച്ചേഴ്സ് പറയാറുണ്ട് നമ്മൾ ആ ഇക്വേഷൻ ആ ടെക്സ്റ്റ് ബുക്കിൽ ഒരു യെല്ലോ കളർ ബോക്സിൽ ഇങ്ങനെ ബൈ ഹാർട്ട് പഠിക്കാൻ നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട്. അത് പഠിക്കുകയാണ് നല്ലത്. പിന്നെ ലോജിക്കലി നിങ്ങളിങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അടുത്തൊരു ചോദ്യം, 11.25 മീറ്റർ വശമുള്ള ഒരു സമചതുരത്തിൽ നിന്നും 2.25 മീറ്റർ വശമുള്ള എത്ര സമചതുരങ്ങൾ മുറിച്ചെടുക്കാം എന്നാണ് ചോദ്യം. ഇതിൻ്റെ ഓപ്ഷൻസ് ടീച്ചർ കൊടുത്തേക്കാം. ഓപ്ഷൻ എ 5, ഓപ്ഷൻ ബി 10, ഓപ്ഷൻ സി 20, ഓപ്ഷൻ ഡി 25. അപ്പോൾ നോക്കുക, 11.25 മീറ്റർ വശമുള്ള എന്നാണ്. അപ്പോൾ വശമുള്ള എന്ന് പറയുമ്പോൾ ഇതൊരു സമചതുരമാണ്. സമചതുരത്തിൻ്റെ ഒരു വശം എന്ന് പറയുന്നത് 11.25 മീറ്ററാണ്. അപ്പോൾ ഇവിടോ എന്ത് തന്നെയാണ് 11.25. ദെൻ അതിനകത്തുനിന്ന് എത്ര മീറ്റർ വശമുള്ള സമചതുരങ്ങളാണ് മുറിച്ചെടുക്കണ്ടേ? അതായത് വശം 2.25 മീറ്ററുള്ള 2.25 മീറ്റർ വീതമുള്ള എത്ര എണ്ണം നമുക്കിനകത്തുനിന്ന് മുറിച്ചെടുക്കാം എന്നാണ് ചോദ്യം കേട്ടോ. മനസ്സിലാവുന്നില്ല? ഇങ്ങനെയുള്ള എത്ര എണ്ണം നമുക്കിനകത്തുനിന്ന് മുറിച്ചെടുക്കാം എന്നാണ് ചോദ്യം. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം ഈ സ്ക്വയറിൻ്റെ ഏരിയ, ഈ സ്ക്വയറിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കണം. അപ്പോൾ ഏരിയ ഇസ് ഈക്വൽ ടു 11 1/4 ഇൻറ്റു 11 ഇങ്ങനെ ചോദ്യം വരുമ്പോൾ നിങ്ങൾ ഫുള്ള് മൾട്ടിപ്ലൈ ചെയ്യാനൊന്നും നിൽക്കണ്ട കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ തന്നെ എഴുതിയാൽ മതിയോ. ഇനി അതിനകത്ത് എത്ര എപ്പോഴും നമ്മൾ എത്ര എണ്ണങ്ങൾ എത്ര എണ്ണം ചോദിച്ചാൽ വലുതിൻ്റെ ഏരിയയെ ഈ ചെറുതിൻ്റെ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മാത്രം മതി. ഈ പ്രാവശ്യം എക്സാമിന് ഡിവിഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, വലുതിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക. അപ്പോൾ ഇത് ഏരിയ കണ്ടുപിടിക്കാൻ സൈഡ് ഇൻറ്റു സൈഡ് ചെയ്താൽ മതിയല്ലോ. അപ്പം സൈഡ് ഇൻറ്റു സൈഡ് ചെയ്യാൻ നേരം ഫുള്ളായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്നില്ല, പക്ഷേ മിക്സഡ് ഫ്രാക്ഷൻ ആക്കി വയ്ക്കുക കേട്ടോ. ഡിവൈഡഡ് ബൈ ചെറുതിൻ്റെ ഏരിയ എന്താ 2 1/4 ഇൻറ്റു 2 1/4 സൈഡ് ഇൻറ്റു സൈഡ് അല്ലേ. അപ്പോൾ ഇത് 11 1/4 എന്ന മിക്സഡ് ഫ്രാക്ഷൻ ആക്കാം. 11 × 4 44 + 1 45/4 ഇൻറ്റു ഇതും എന്ത് തന്നെയാണ് 45/4 ഡിവൈഡഡ് ബൈ 4 2s are 8 + 1 9/4 ഇൻറ്റു 9/4. മൾട്ടിപ്ലൈ ചെയ്യേണ്ട കേട്ടോ. മൾട്ടിപ്ലൈ ചെയ്യേണ്ടെന്ന് പറയാൻ കാരണം ഇത് മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോൾ നിങ്ങളുടെ നേരെ വീണ്ടും പോകും. അപ്പോൾ ഇത് ഒരേപോലുള്ളതെല്ലാം നമുക്ക് എന്ത് ചെയ്യും, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇത് കട്ട് ചെയ്തു, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇത് കട്ട് ചെയ്തു. ബാക്കി റിമൈനിങ് പോർഷൻ എന്തുണ്ട്, 45/9 ഇൻറ്റു 45/9 അത്രയല്ലേ ഉള്ളൂ. നമുക്ക് 45/9 ചെയ്യാൻ അറിയാമല്ലോ. 9 5s are 45. സോ 5 ഇൻറ്റു ഇവിടെയും 5 ഇൻറ്റു 5 25 ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനെ എത്ര എണ്ണം കണ്ടുപിടിക്കുക എന്നുള്ളത്, അങ്ങനെ ഡിവിഷൻ്റെ പ്രോബ്ലംസ് കുറേ എടുത്ത് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് കിടപ്പുണ്ട്. ആ കുറേ ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്ത് നോക്കണം. കുറഞ്ഞതൊരു 10 എണ്ണമെങ്കിലും ചെയ്ത് നോക്കിയിട്ട് വേണം കേട്ടോ എക്സാമിന് പോകാൻ. നമ്മൾ വെറുതെ ഇങ്ങനെ ക്ലാസ് കണ്ടിരുന്നിട്ട് എക്സാമിന് പോകരുത്. ശരിക്കും ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയാൽ 100% നിങ്ങൾക്ക് എന്ത് കിട്ടും, സ്കോളർഷിപ്പ് കിട്ടും. അതുകൊണ്ട് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. ഹാർഡ് വർക്ക് പ്രധാനമാണ് കേട്ടോ. അതുകൊണ്ട് നന്നായിട്ട് പരിശീലിക്കുക. ടീച്ചർ അടുത്ത വീഡിയോയുമായി നാളെ തന്നെ എത്താം.